Hello everyone. So നമ്മൾ നോക്കുന്നത് +1 JIB എക്സാമിന്റെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് സെക്ഷൻ എയിലേക്ക് പോകാം. സോ സെക്ഷൻ എയിലെ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഇഫ് എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി സെറ്റ്സ് ദെൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്താണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വെൻ ഡയഗ്രം വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാനുള്ളതേ ഉള്ളൂ. സോ നമ്മൾ വെൻ ഡയഗ്രം വരച്ചാൽ നമുക്ക് എങ്ങനെ ഇരിക്കാം? ഇതാണ് നമ്മുടെ ഒരു വെൻ ഡയഗ്രം. വെൻ ഡയഗ്രത്തിനകത്ത് എയും ബിയും പറഞ്ഞിട്ടുണ്ട്. സോ ഇത് എ ആണ്, ഇത് ബി ആണ്. സോ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, ആൻഡ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലേ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതിനെ ഒഴിവാക്കിയിട്ട് എയിൽ എന്താണുള്ളത് അത് മാത്രം, അല്ലേ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതിനെ ഒഴിവാക്കിയിട്ട് എയിൽ എന്താണുള്ളത് അത് മാത്രമാണ് എ മൈനസ് ബി. ദെൻ ബി മൈനസ് എന്ന് പറഞ്ഞാൽ ബിയിലും എയിലും കോമൺ ആയിട്ടുള്ളതിനെ ഒഴിവാക്കിയിട്ട് ബിയിൽ എന്താണുള്ളത് അത് മാത്രം, അല്ലേ? സോ അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. ദെൻ ഇതെന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. നമുക്ക് വേണ്ട എന്താ? ഇതിന്റെ രണ്ടിന്റെ യൂണിയനാണ്, അല്ലേ? ഇതിന്റെ രണ്ടിന്റെ യൂണിയൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലായി. ഇത് കംപ്ലീറ്റ് നമ്മൾ എടുത്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? എ യൂണിയൻ ബി ആ. എ യൂണിയൻ ബിയിൽ നമ്മൾ എന്ത് കുറച്ചാൽ മതി? ഈ എ ഇന്റർസെക്ഷൻ ബി പോർഷൻ കുറച്ചാൽ പോരെ മക്കളെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ അതായിരിക്കും നമ്മുടെ ആൻസർ. എത്ര കിട്ടും? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സുകളാണ് ആ സെറ്റിനകത്ത് എലമെന്റുകൾ എന്ന് പറയുന്നുണ്ട്. എക്സുകളെല്ലാം റിയൽ നമ്പേഴ്സ് ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ആൻഡ് x square equal to 16 ആൻഡ് 2x equal to 6. ഇത് രണ്ടുമാണ് ഈ ഒരു സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസുകൾ. അപ്പോൾ നമുക്ക് x square equal to 16 2x equal to 6. സോ മക്കളെ ഇവിടുന്ന് x equal to നമുക്ക് പ്ലസ് ഓർ മൈനസ് 4 എന്ന് എഴുതാം. x equal to നമുക്ക് ഇവിടുന്ന് 3 എന്ന് എഴുതാം. സോ അപ്പോൾ നമ്മുടെ സെറ്റിനകത്ത് ശരിക്കും പറഞ്ഞ വാല്യൂസ് വരേണ്ടത് 4 മൈനസ് 4 3 എന്നാ. ഈ സെറ്റാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനൊരു സെറ്റ് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ എത്രയാണ്? 5. അങ്ങനെ ഒരു ആൻസർ ഇല്ല കേട്ടോ. നമ്മുടെ ഓപ്ഷനകത്ത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് പോലും തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് അത് എടുക്കേണ്ട ആവശ്യം. നമുക്ക് സെറ്റ് 4 മൈനസ് 4 3 ഈ വാല്യൂസ് വരുന്ന സെറ്റാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സെറ്റ് നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 5 ആയിരിക്കും. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ എ യൂണിയൻ ബി കണ്ടുപിടിക്കുക എന്ന് പറയുന്നുണ്ട്. ആ എ യൂണിയൻ ബി ഈക്വൽ ടു ആർ മൈനസ് ഡി ആണെങ്കിൽ ഡി എന്ന് പറഞ്ഞ സെറ്റ് എന്താണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എയും അതുപോലെ തന്നെ നമുക്ക് ബിയും കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞ സെറ്റ് എന്താ മക്കളെ വന്നിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് വന്നിരിക്കുന്ന എലമെന്റ് ഏതാ? മോഡ് എക്സ് ലെസ് ദാൻ മൈനസ് 1 എന്നാ. മോഡ് എക്സ് ലെസ് ദാൻ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് മോഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീൻ നിൽക്കും? -1നും 1നും ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് ഇവിടെ -1 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സെറ്റിനകത്ത് ഉണ്ടാകുന്നത്, അല്ലേ? എക്സുകളെല്ലാം എക്സ് സച്ച് ദാറ്റ് ദെൻ എക്സുകളെല്ലാം റിയൽ നമ്പർ ആണ്. ദെൻ എക്സുകളെല്ലാം -1നും അതുപോലെ തന്നെ 1നും ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമ്മുടെ സെറ്റ് എയ്ക്കകത്ത് ഉണ്ടാകുന്നത്. റെഡി അല്ലേ? നെക്സ്റ്റ് സെറ്റ് ബി നോക്കിക്കേ. സെറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സുകളാണ്. ദെൻ എക്സ് ബിലോങ്സ് ടു ആർ. ദെൻ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മോഡ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. അപ്പം ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് മോഡ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1ന്റെ വാല്യൂ -1നും 1നും ബിറ്റ്വീൻ ആയിരിക്കും നമുക്ക് നിൽക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് എഴുതാം എക്സ് മൈനസ് 1. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും കിട്ടും. റെഡിയാണോ മക്കളെ? ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ നമ്പർ ലൈനിൽ നോക്കുവാണെങ്കിൽ അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0യ്ക്കും അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ സെറ്റ് ബി കിട്ടുന്നത്. ഓക്കെ അല്ലേ മക്കളെ? റെഡി? ഇപ്പോൾ നമ്പർ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പം ഈ കേസിൽ നമുക്ക് വന്നിരിക്കുന്നത് എന്തുവാ? എക്സിന്റെ വാല്യൂ -1നും 1നും ബിറ്റ്വീൻ. അപ്പം -1നും 1നും ബിറ്റ്വീൻ -1ഉം 1ഉം ഇല്ല. സോ നമ്മളതൊരു ഓപ്പൺ ഇന്റർവെല്ലോ മീൻസ് ഓപ്പൺ സർക്കിളാണ് കൊടുക്കേണ്ടത്. ദെൻ അടുത്ത കേസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സിന്റെ വാല്യൂ 0യേക്കാൾ താഴെ. 0 ഉണ്ട്, 0 മുതൽ 0യേക്കാൾ താഴെ. ദെൻ ഇവിടെ വന്നത് 2 മുതൽ മേലോട്ടുള്ള വാല്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും കൂടെ മുഴുവൻ കംപ്ലീറ്റ് വരുന്ന പോർഷൻ താണ്ട് ഇതുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്, അല്ലേ? സോ ഇതല്ലേ ഇത് നമ്മുടെ ബാക്കി പോർഷൻ ഇല്ലേ? ഓക്കെ, ഇത് എടുത്തില്ല. ഓക്കെ, സോ ഓക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഇവിടെ മുതൽ ഇവിടെ വരെയും ഇവിടെ മുതൽ ഇവിടെ വരെയും കംപ്ലീറ്റ് പോർഷൻ വേണം. അപ്പോൾ എ യൂണിയൻ ബി സാർ എഴുതുകയാണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ത് ചെയ്യേ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? -∞ മുതൽ 1 വരെ ഉണ്ട്, പിന്നെ യൂണിയൻ 2 മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ട്. നോക്കിക്കേ,
-∞ മുതൽ 1 വരെ, 1 ഇല്ല 1 വരെ ഉണ്ട്, പിന്നെ 2 മുതൽ 2 ഉൾപ്പെടെ ഇൻഫിനിറ്റി വരെ ഉണ്ട്. അപ്പോൾ എ യൂണിയൻ ബി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, എ യൂണിയൻ ബി ഈക്വൽ ടു ആർ മൈനസ് ഡി എന്ന് തന്നിരിക്കുന്നത്. എന്താണ്? എ യൂണിയൻ ബി ഈക്വൽ ടു ആർ മൈനസ് ഡി. എന്നിട്ട് ഡി എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡി ഈക്വൽ ടു റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? എ യൂണിയൻ ബിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, റിയൽ നമ്പറിൽ നിന്ന് എ യൂണിയൻ ബി കുറയ്ക്കാൻ, എടാ ഇതാണ് റിയൽ നമ്പർ -∞ to ∞. അതിൽ നിന്ന് നമ്മൾ ഇപ്പം കിട്ടിയ എ യൂണിയൻ ബിനെ കുറയ്ക്കാൻ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്, എ യൂണിയൻ ബി ഇല്ലാത്തതാണ് ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് കിട്ടും മക്കളെ? റിയൽ നമ്പറിൽ നിന്ന് എ യൂണിയൻ ബി കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 ഇല്ലാത്തത് കൊണ്ട് 1നെ നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ ഇവിടെ 2 ഉള്ളത് കൊണ്ട് 2നെ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താതിരിക്കാം. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. 1 ഇതായിരിക്കും നമുക്ക് ഉത്തരം കിട്ടാൻ പോകുന്നത്. ഏതായിരിക്കും? 1 ≤ x <2 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ എ യൂണിയൻ ബി കുറച്ചാൽ നമുക്ക് കിട്ടുന്നത്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡി അല്ലേ? കാര്യം മനസ്സിലായോ? ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഒരു ഫംഗ്ഷൻ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫംഗ്ഷൻ ഓർഡേർഡ് പേരുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഓർഡേർഡ് പേരിനകത്ത് ഫസ്റ്റ് എലമെന്റുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? സോ ഫസ്റ്റ് കേസ് നോക്കിയാൽ 1 2 3 2 ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. താഴെ നോക്കുമ്പോൾ 1 1 2 2 3 1 3 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഫംഗ്ഷൻ ആണ്. ഇനി ഇത് ഫംഗ്ഷൻ ആണോ? 1 to 1, 1ൽ നിന്ന് 1ലേക്ക് റിലേഷൻ പോകുന്നു. ഇവിടെ അപ്പോൾ 2 3 ഉള്ളൂ, 1 ഉണ്ടോ? ഇല്ല. അപ്പം 1ൽ നിന്ന് 1ലേക്ക് ഫംഗ്ഷൻ റിലേഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും ഫംഗ്ഷൻ അല്ല. സോ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, സോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ഈ ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് എ ഈക്വൽ ടു 5, നമ്പർ ഓഫ് ബി ഈക്വൽ ടു 7. ദെൻ ദ നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ ക്രോസ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ എന്നോ നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ ബി എന്നോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്തായിരിക്കും? എ ക്രോസ് എ ആയിരിക്കും. അല്ലെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഇൻ അല്ലെ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ക്രോസ് ബി അല്ലെ എ ക്രോസ് എ, അങ്ങനെ ആയിരിക്കും. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താ? നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ ക്രോസ് ബി. അപ്പം എ ക്രോസ് ബിയിൽ നിന്ന് എ ക്രോസ് ബിയിലേക്കുള്ള റിലേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? മെൻഷൻ ചെയ്തിരിക്കുന്നത്. റെഡി അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ എത്ര റിലേഷൻസ് പോസിബിൾ ആവുമെന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ? ഇപ്പോൾ എ ക്രോസ് ബിയിൽ നിന്ന് എ ക്രോസ് ബിയിലേക്ക് എത്ര റിലേഷൻസ് പോസിബിൾ ആവും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എ ക്രോസ് ബിക്കകത്ത് എത്ര എലമെന്റ് കിട്ടും? 35 കിട്ടും. 7 × 5 35. എ ക്രോസ് ബിയിൽ 35 കിട്ടും. സോ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് നമുക്ക് എത്ര കിട്ടും? 2⁵35 × 35. ഇത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ഇപ്പം നമ്മൾ സാധാരണ എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ 2 നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് പറയുന്നത്. ഇവിടെ 2 നമ്പർ ഓഫ് എ ക്രോസ് ബി ഇൻറ്റു നമ്പർ ഓഫ് എ ക്രോസ് ബി. അപ്പോൾ 35 × 35 നമുക്ക് എത്ര കിട്ടും? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? റെഡി? സോ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡൊമൈൻ ആൻഡ് റേഞ്ച് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഡൊമൈൻ ആൻഡ് റേഞ്ചും. സോ മക്കളെ, ഡൊമൈൻ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) ഈക്വൽ ടു √(x−1) ആണ്. നമുക്കറിയാം x-1 ഒരിക്കലും എന്താകാൻ പാടില്ല? നെഗറ്റീവ് വാല്യൂ ആകാൻ പാടില്ല. 0 ആകാം, പോസിറ്റീവ് നമ്പറും ആകാം. സോ x-1 എന്നാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അപ്പം നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? x എന്ന് പറയുന്നത് 1 to ∞ ആയിരിക്കും, 1 മുതൽ ∞ വരെ. ഇനി റേഞ്ച് നോക്കിയാൽ, റേഞ്ച് എഴുതുമ്പോൾ നമ്മൾ y ഈക്വൽ ടു √(x−1) എന്ന് കൊടുക്കും. നമുക്കറിയാം ഇത് റൂട്ടിനകത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ്. ഇത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആകാൻ പാടില്ല. 0 ആകാം, പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. സോ നമ്മുടെ റേഞ്ച് y വാല്യൂ എന്ത് ആകാം മക്കളെ? 0 മുതൽ ∞ വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. സോ നമ്മുടെ ഡൊമൈൻ റേഞ്ച് ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? റെഡി? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് വണ്ണം f(x) ഈക്വൽ ടു നമുക്കിവിടെ തന്നിട്ടുണ്ട്. f(x) എന്ന് പറഞ്ഞാൽ എന്താ തന്നിരിക്കുന്നത്? f(x) ഈക്വൽ ടു ax + b ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ f(-1) ഈക്വൽ ടു -5. അപ്പം -5 വരുമ്പോൾ ഇവിടെ നമുക്ക് -a + b കിട്ടും. ഓക്കെ, നെക്സ്റ്റ് f(3) ഈക്വൽ ടു 3. അപ്പോൾ 3 ഇവിടെ വരുമ്പോഴത്തേന് 3a + b നമുക്ക് കിട്ടും. സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, -5 -3 -8 കിട്ടും. -a -3a -4a കിട്ടും. സോ ഇവിടുന്ന് a ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും മക്കളെ? 2 കിട്ടും. നെക്സ്റ്റ് അല്ല, a 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. -5 ദെൻ -2 + b വരും. സോ നമുക്ക് എത്ര കിട്ടും? ബിയുടെ വാല്യൂ നമുക്ക് -3 എന്ന് കിട്ടും. സോ a ഈക്വൽ ടു 2ഉം b ഈക്വൽ ടു -3ഉം കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? റെഡി? സോ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ എന്താണ്? ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഡൊമൈൻ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഡൊമൈൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസറിൽ ഇട്ട് കൊടുക്കുന്നത്. റെഡി അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
ആദ്യം നമുക്ക് ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന് h of x g of x എന്ന് നമുക്ക് എടുക്കാം. h of x എന്ന് പറഞ്ഞാൽ 3/4 - x². അവിടെ x² അല്ലെങ്കിൽ എക്സിന് ടേം ഉള്ളത് ഡിനോമിനേറ്റർ മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്റർ പോസിറ്റീവാണ് 3. അത് നമുക്ക് നോക്കുക വേണ്ട. മക്കളെ 4 - x² എന്താകാൻ പാടില്ല, ഒരിക്കലും 0 ആകാൻ പാടില്ല അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ x² നോട്ട് ഈക്വൽ ടു 4, അതായത് x നോട്ട് ഈക്വൽ ടു +or-2. ഓക്കെ, അപ്പോൾ റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ ഡെഫിനറ്റ്ലി ഏതൊക്കെ നമ്പേഴ്സ് കുറയ്ക്കണം, 2ഉം -2ഉം കുറച്ചതായിരിക്കും ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞത്. 2ഉം -2 ഉൾപ്പെടാനേ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കും. ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ലോഗിന്റെ അവിടെ എക്സിന്റെ പോർഷൻ വന്നിരിക്കുന്ന വാല്യൂ ഒരിക്കലും 0യോ അല്ലെങ്കിൽ നെഗറ്റീവോ ആവരുത് അല്ലെ. ഈ പോർഷൻ ഒരിക്കലും 0യോ നെഗറ്റീവോ ആകരുത്, കാരണം ലോഗ് ഓഫ് 0യും ലോഗ് ഓഫ് നെഗറ്റീവും നമ്പർ എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി x³ - x എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പോലും എഴുതിയേക്കില്ല കേട്ടോ, 0 ആകാൻ പാടില്ല. സോ അപ്പോൾ ഞാൻ x കോമൺ ആയിട്ട് പുറത്തെടുത്ത് എനിക്കിത് x² - 1 എന്ന് വരും. അപ്പോൾ അതിനെ ഒന്നുകൂടെ നമുക്ക് എഴുതിയാൽ ഇത് x+1 × x - 1 എന്ന് എഴുതിക്കൂടെ നമുക്ക്? യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് എഴുതാം. ഓക്കെ മക്കളെ, ഈ നമ്പർ ലൈനിൽ ഞാൻ നോക്കിയാൽ x = -1 വരും, 0 വരും, 1 വരും. ഓക്കെ, റെഡി. ഇപ്പം പ്ലസ് മൈനസ് ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് ബേബി കർവ് മെത്തേഡ് പ്രകാരം. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് പ്ലസ് വരുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ ഏതൊക്കെയാണ്, -1 മുതൽ 0 വരെയും യൂണിയൻ 1 to ∞ വരുന്നത്. എവിടുന്ന്? ഇതിന്റെ ഡൊമൈൻ ഇപ്പം നമ്മൾ എഴുതിയേക്കുന്നത്. ഇതിന്റെ ഡൊമൈൻ എന്താ, റിയൽ നമ്പറിന് 2ഉം -2നെ എടുക്കാൻ പാടില്ല. അപ്പോൾ നോക്കിയാൽ മക്കളെ, -1 to 0 ഓക്കെയാണ്. 1 to ∞ ആരൊക്കെയുണ്ട് നമുക്ക്? 2 ഉണ്ട് അല്ലേ, പറയുന്ന മനസ്സിലാവുന്നത്. അപ്പം നമുക്ക് ആ വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. -2 എന്തായാലും ഇതിന് പുറത്താണ്, അപ്പോൾ പിന്നെ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. സോ -1 to 0 ഓക്കെയാണ്. യൂണിയൻ 1 മുതൽ 2 വരെ ഓക്കെയാണ്. പിന്നെ 2 മുതൽ ∞ വരെ. ഓക്കെ, റെഡി അല്ലേ? 2 എടുക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ സോ നമ്മുടെ ഡൊമൈൻ ഏത് കിട്ടും മക്കളെ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. -1 അപ്പുറത്തല്ലേ -2, പിന്നെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. -2 മുതൽ -1 അത് നമുക്ക് വേണ്ട. -1 മുതൽ 0 വരെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തോട്ടുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, റെഡി. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ക്ലിയർ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മക്കളെ ഡൊമൈൻ ആണ്. സോ റൂട്ടിനകത്ത് താഴെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ 9 - x² എന്ന് പറയുന്നത് ഒരിക്കലും എന്താകാൻ പാടില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാൻ പറ്റത്തില്ല, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല അല്ലേ. സോ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് മനസ്സിലായി. x² എന്ന് കിട്ടും. സോ x² < 9 വരുമ്പോൾ x² +or-3 എന്ന് വരും. ഓക്കെ മക്കളെ, -3ക്കും +3ക്കും ബിറ്റ്വീൻ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. സോ നെക്സ്റ്റ് അടുത്തത്, ഇതും വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. എല്ലാം നമുക്ക് ബേസിക് ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം അല്ലേ. സോ മക്കളെ 1 + i² വാല്യൂ എത്രയാണ് മക്കളെ? -1 ആണ്. ദെൻ i³ വാല്യൂ -i ആണ്. ദെൻ -i⁻⁶ നമുക്ക് എങ്ങനെ എഴുതാം? i⁴ × i² എന്ന് എഴുതാം. i⁴ 1 ആണ്, i² വീണ്ടും -1 ആണ്. സോ മൈനസ് ചേർന്ന് +1 ആകും. i⁸ 4ന്റെ മൾട്ടിപ്പിൾ ആണ് മുകളിൽ വന്നിരിക്കുന്നത്. സോ അത് 1 ആകും. സോ നമുക്ക് ഈ 1 - 1 0 ആകും. ദെൻ നമുക്കിത് 2 - i എന്ന് കിട്ടും. ഓക്കെ, 2 - i എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ എ കിട്ടും. റെഡി അല്ലേ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ കോംപ്ലക്സ് നമ്പർ ലൈസ് ഇൻ വിച്ച് ക്വാഡ്രന്റ്? ഏത് ക്വാഡ്രന്റ്? അപ്പോൾ ഇത് നോർമൽ കോംപ്ലക്സ് നമ്പർ ഫോമിലല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ കോംപ്ലക്സ് നമ്പർ ആക്കണം. 1 + 2i / 1 - i ഇൻറ്റു കോൺജുഗേറ്റ് എടുത്ത് നമ്മൾ മേലെയും താഴെ എന്ത് ചെയ്യണം മക്കളെ? മൾട്ടിപ്ലൈ ആണ്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ 1 + i + 2i - 2 എന്ന് വരും. അതായത് 2i², i² -1 അല്ലേ, അപ്പോൾ അത് വന്നു. ദെൻ a + ib × a - b, a² + b². അപ്പോൾ 1 + 1 കിട്ടും അല്ലേ. സോ നമുക്കിവിടെ -1 + 3i / 2 എന്ന് കിട്ടും. റെഡിയാണോ മക്കളെ? സോ നമുക്ക് -1/2 + 3/2i എന്ന് കിട്ടും. സോ ഇത് എക്സിന്റെ വാല്യൂ നെഗറ്റീവും വൈയുടെ വാല്യൂ പോസിറ്റീവും ആയതുകൊണ്ട് നമുക്കത് സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയാം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? സോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആർഗ്യുമെന്റ്. ഓക്കെ, ആർഗ്യുമെന്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് 1 കോംപ്ലക്സ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ കോംപ്ലക്സ് നമ്പർ. ഓക്കെ മക്കളെ, ഇങ്ങനെയല്ല കിടക്കുന്നത്. അപ്പം ആർഗ്യുമെന്റ് ഓഫ് Z1/Z2 നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2. അപ്പോൾ നമുക്ക് ഇവിടെ ആർഗ്യുമെന്റ് ഓഫ് 1 + √3i മൈനസ് ആർഗ്യുമെന്റ് ഓഫ് √3 + i എന്ന് എഴുതാം. ഓക്കെ മക്കളെ, ആർഗ്യുമെന്റ് നമുക്ക് ഇത് രണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. രണ്ട് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. സോ ആർഗ്യുമെന്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എന്താ? ടാൻ ഇൻവേഴ്സ് എന്താ മക്കളെ? √3/1. ടാൻ ഇൻവേഴ്സ് √3/1 അല്ലേ. y/x എന്നല്ലേ ഇങ്ങനെയാണ് മക്കളെ. ടാൻ ഇൻവേഴ്സ് y/x. ഞാൻ എല്ലാ ഫോർമുലയൊന്നും എഴുതുന്നില്ല, അതൊക്കെ നമ്മൾ പഠിപ്പിച്ച. √3/1 ടാൻ ഇൻവേഴ്സ് √3. ടാൻ √3 കിട്ടണമെങ്കിൽ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? നമുക്ക് 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3 ആണ്. ഓക്കെ,
പൈ ബൈ 3 ആണ് 60 ഡിഗ്രി മൈനസ് ആർഗ്യുമെന്റ് ഇവിടെ 1/√3 വരും. 1/√3 പറയുന്നത് 30 ഡിഗ്രിയാണ്. അത് പൈ ബൈ 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ കൂടി? സോ നമുക്ക് 60 ഡിഗ്രി മൈനസ് നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് വരും. എഗെയിൻ അത് എത്ര തന്നെ കിട്ടും? നമുക്ക് പൈ ബൈ 6 തന്നെ കിട്ടും. 30 ഡിഗ്രി തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൂട്ട്സ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതും വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം എക്സ് റൈസ് ടു 2/3 പ്ലസ് എക്സ് റൈസ് ടു 1/3 മൈനസ് 2 ഈക്വൽ ടു 0. ഈ എക്സ് 1/3 ഞാൻ എന്ത് കൊടുക്കുന്നു മക്കളെ? ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്കിത് ടി സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് ഇത് ടി എന്ന് എഴുതാം, ഇത് -2 എന്ന് എഴുതാം അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നത്? ഇതെന്താ എഴുതുന്നത്? എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 1 അല്ലെങ്കിൽ എക്സ് റൈസ് ടു 1/3 ഹോൾ സ്ക്വയർ എന്നാ. അപ്പോൾ എക്സ് റൈസ് ടു 1/3 ഞാൻ ടി കൊടുത്ത് ഇത് ടി സ്ക്വയർ ആയില്ലേ? അപ്പോൾ ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം ആഡ് ചെയ്യുമ്പോൾ +1ഉം വരണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഈക്വൽ ടു 0 വരും. സോ ഇവിടുന്ന് ടി ഈക്വൽ ടു -2 എന്നും ടി ഈക്വൽ ടു 1 എന്നും കിട്ടും. ടി എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/3 ആണ്, അത് -2 എന്നും കിട്ടും. ദെൻ എക്സ് റൈസ് ടു 1/3 ഈക്വൽ ടു നമുക്ക് 1 എന്നും കിട്ടും. ഇവിടെ രണ്ടിടത്തും ക്യൂബ് എടുത്താൽ എക്സ് ഈക്വൽ ടു നമുക്ക് -8 എന്നും എക്സ് ഈക്വൽ ടു നമുക്ക് 1 എന്നും കിട്ടും. സോ 1ഉം -8ഉം ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അതൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങൾ അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തിട്ട് നമുക്ക് പോകാം. ദ റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. മക്കളെ ഇവിടെ നമുക്ക് റിയൽ റൂട്ട്സ് നോക്കുമ്പോൾ ഇവിടെ ഒരു മോഡ് വന്നിട്ടുണ്ട്. അപ്പം മോഡ് വന്നിട്ടുണ്ടെങ്കിൽ മോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? മോഡ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 എന്നല്ലേ? ഓക്കെ മക്കളെ. സോ ഫസ്റ്റ് കേസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഞാൻ എടുക്കുകയാണ്. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം ആഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടണം. അപ്പോൾ ഏതാ? എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 വരും. സോ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു നമുക്ക് -4ഉം -1 കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂം എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ആയി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോസിബിൾ അല്ല, അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. ഇനി നമ്മൾ അടുത്ത എക്സിന് ലെസ് ദാൻ 0 വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഈ മോഡ് എത്രയാവും? നെഗറ്റീവ് ആവും. സോ അപ്പോൾ നമുക്കിത് കിട്ടും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം ആഡ് ചെയ്യുമ്പോൾ -5ഉം വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് -1ഉം അതുപോലെ തന്നെ എക്സ് -4ഉം കിട്ടും. ദിസ് ഈക്വൽ ടു 0. ഇവിടുന്ന് റൂട്ട് എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 4 കിട്ടും. മക്കളെ ഇതും നമുക്ക് പോസിബിൾ അല്ല. വൈ? ബിക്കോസ് ഇവിടെ എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും, നെഗറ്റീവ് വാല്യൂസ് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഇവിടെ ഇല്ല. സോ നൺ ഓഫ് ദിസ് ആണ് നമ്മളുടെ ആൻസർ. റെഡിയാണോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി. സോ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് നോക്കിയാൽ ഇത് ഞാൻ ഷോർട്ട് കട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ പി ആണെങ്കിൽ ടാൻ തീറ്റ കണ്ടുപിടിക്കാനാണ് ചോദ്യം. മക്കളെ ഒരു ഷോർട്ട് കട്ട് സാറ് പഠിപ്പിച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ട്രിഗ്നോമെട്രിയിൽ. അതായത് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റേനെ നമ്മൾ പി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റേനെ നമുക്ക് 1/p എന്ന് എഴുതാൻ സാറ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? അങ്ങനെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 2 ടാൻ തീറ്റ ഈക്വൽ ടു പി മൈനസ് 1 മൈനസ് പി എന്ന് കിട്ടും. സോ ഇത് പി സ്ക്വയർ മൈനസ് 1/p എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ ആണ് വേണ്ടത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 ടാൻ തീറ്റയാണ്. സോ ടാൻ തീറ്റ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സോ പി സ്ക്വയർ മൈനസ് 1/2p എന്ന് കിട്ടും. സോ പി സ്ക്വയർ മൈനസ് 1/2p ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാക്സിമം വാല്യൂ വളരെ സിമ്പിൾ ആണ് മക്കളെ. എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് പറയുന്നതിന്റെ മാക്സിമം വാല്യൂ എന്താ? എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ ഇവിടെ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം രണ്ടും 1 ആണ്. സോ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്രയാ? റൂട്ട് 1 പ്ലസ് 1 റൂട്ട് 2 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ, സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ചോദ്യം. സൊല്യൂഷൻ സെറ്റ് ആണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ് പ്ലസ് 1 ലെസ് ദാൻ 0 ആൻഡ് രണ്ടാമത്തിന് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. രണ്ട് പേർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ലെസ് ദാൻ -1 എന്നും ഇവിടെ എനിക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നും കിട്ടും. മക്കളെ എക്സ് നെഗറ്റീവ് 1 ആകുകയും എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുകയും ചെയ്യുന്ന വാല്യൂ ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു വാല്യൂ ഇല്ല. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 5 ആയിരിക്കും ആൻസർ. 5 ആണ് ആൻസർ കേട്ടോ. റെഡി? മനസ്സിലായോ? രണ്ട് പേർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ വേണം. അങ്ങനെ ഒരു വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത സൊല്യൂഷൻ നോക്കിയാൽ മോഡ് എക്സ് ലെസ് ദാൻ 5. അപ്പോൾ നമുക്ക് മോഡ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം അല്ലേ? -5നും 5നും ബിറ്റ്വീൻ ആണ്. സോ അങ്ങനെയാണ് -5 പ്ലസ് 5 ലെസ് ദാൻ എക്സ്, ദെൻ 5 പ്ലസ് 5 കിട്ടും. സോ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് കിട്ടും. സോ 0ക്കും 10നും ബിറ്റ്വീൻ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ നമുക്കിനി അടുത്തത് 69ലേക്ക് പോവാം. മക്കളെ ഇറാഷണൽ എന്ന് പറഞ്ഞ വേർഡ് വെച്ച് നമുക്ക് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇറാഷണൽ എന്ന വേർഡിനകത്ത് 10 ലെറ്റേഴ്സാണ് ഉള്ളത്. അതിനകത്ത് 2 ഐസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 ആറുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ 2 എകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ 10/2 ഫാക്ടോറിയൽ ഹോൾ ക്യൂബ് ആണ് നമ്മുടെ ആൻസർ. സോ 10 ഫാക്ടോറിയൽ, ഞാൻ ഫാക്ടോറിയൽ കൊടുത്തില്ല, 10 ഫാക്ടോറിയൽ കേട്ടോ.
10 factorial by 2 cube ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണത്തെ എല്ലാം തന്നെ. പക്ഷേ കോൺസെപ്റ്റ് പഠിച്ചാലേ കിട്ടുള്ളൂ ഉത്തരം കേട്ടോ, ചുമ്മാ കിട്ടില്ല. സോ അടുത്ത് നമുക്ക് സെക്ഷൻ എയിലെ ലാസ്റ്റ് ചോദ്യം, കോഎഫിഷ്യന്റ് ഓഫ് എക്സിന്റെ എക്സ്പാൻഷൻ. കഴിഞ്ഞ ദിവസം പോലെ ഇന്നലെ തന്നെ നമ്മൾ ബൈനോമിയലിനകത്ത് പറഞ്ഞതാണ് അല്ലേ. ഇവിടെ 6 കണ്ടുപിടിക്കാം. 6 എന്ന് പറഞ്ഞാൽ നമുക്ക് NP മൈനസ് എം ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ അല്ലേ. n ഇവിടെ 5 ആണ്, p 2 ആണ്, m x⁻1 അല്ലേ. എക്സിന്റെ കോഎഫിഷ്യന്റ് x⁻1 ആണ്. then 2 + 1. സോ നമുക്ക് 10 - 1/3 കിട്ടും. സോ 9/3 നമുക്ക് 3 കിട്ടും. സോ 6 3 കിട്ടും മക്കളെ. അപ്പോൾ കോഎഫിഷ്യന്റ് നമുക്ക് എത്ര കിട്ടും? കോഎഫിഷ്യന്റ് പറയുമ്പോൾ 5c3 x² അടുത്ത കോഎഫിഷ്യന്റ് 1 ആണ്. നമ്മൾ ഞാൻ നോക്കണ്ട. ഇപ്പുറത്തെ പക്ഷെ നമുക്ക് a ഉണ്ട് അല്ലേ. a⁻r എത്രയാ? 5c3 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 10 × a³ കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ സെക്ഷൻ ബിയിലേക്ക് പോവാണ്. സോ സെക്ഷൻ ബിയിൽ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ മക്കളെ, ഇത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. There are 100 students in a class in an examination. 50 of them failed in mathematics. ഓക്കെ, അപ്പോൾ പറയുന്നത് ഇവിടെ ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്, ദെൻ ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബയോളജി ഉണ്ട്. ഓക്കെ, റെഡിയാണോ മക്കളെ? അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ ഫിസിക്സ് ഉണ്ട്, അതുപോലെ ബയോളജി ഉണ്ട്. ഫിസിക്സും ബയോളജി. ഓക്കെ, ദെൻ ഇത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനുള്ളിലാണെന്ന് വിചാരിക്കുക. ഓക്കെ 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 മക്കളെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 100 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഉള്ളത് ഈ ക്ലാസ്സിൽ. ഇൻ ആൻ എക്സാമിനേഷൻ 50 ഓഫ് ദം ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എത്ര പേരുണ്ട്? 50 പേര്. 45 പേര് ഫിസിക്സിന് ഫെയിലാണ്, 40 പേര് ബയോളജിക്ക് ഫെയിലാണ്, 32 പേര് ഫെയിൽഡ് ഇൻ എക്സാക്ട്ലി 2 ഓഫ് ദ 3 സബ്ജക്ട്. അതായത് ഇവിടെയും തോറ്റിരിക്കുന്ന 32 പേരാണ്. ഓൺലി 1 സ്റ്റുഡൻറ് പാസ്ഡ് ഇൻ ഓൾ ദ 3 സബ്ജക്ട്. അപ്പം ഇതെല്ലാം തോറ്റ ആൾക്കാരാണ്. അപ്പം ടോട്ടൽ 100 പേരാണ് ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരാൾ പുറത്തുണ്ട്. നമുക്ക് ഇതിനെയെല്ലാം ഇങ്ങനെ കൊടുത്താലോ മക്കളെ? അതായത് ഇവിടെ ഞാൻ എ, ഇവിടെ ബി, ഇവിടെ സി, ദെൻ ഇവിടെ ഡി, ഇവിടെ ഇ, ഇവിടെ എഫ്, ഇവിടെ ജി കൊടുക്കുന്നു. ഈ എച്ച് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതാണ് ജയിച്ച ആളാണ്. ജയിച്ച ആൾ പുറത്താണല്ലോ. ഇതെല്ലാം തോറ്റ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലി 1 സ്റ്റുഡൻസ് പാസ് ഇൻ ഓൾ ദ 3 സബ്ജക്ട്. അവനെ ഞാൻ പുറത്തെടുത്തു. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ടോട്ടൽ യൂണിവേഴ്സൽ സെറ്റിനകത്ത് വരുന്നതാണ് 100 സ്റ്റുഡൻസ്. 100 സ്റ്റുഡൻസിനകത്ത് ഇത്ര എണ്ണം തോറ്റിരിക്കുക. ഓക്കെ, ദെൻ ഒരാൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ ജയിച്ച ആളെ ഞാൻ യൂണിവേഴ്സൽ സെറ്റിൽ പുറത്തിട്ടു. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കാം ദെൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിലിംഗ് ഇൻ ഓൾ ദ 3 സബ്ജക്ട്. 3 സബ്ജക്റ്റിന് തോറ്റ എത്ര മിടുക്കന്മാരുണ്ടെന്നാണ് നമ്മളുടെ ചോദ്യം. റെഡി? അപ്പം നമുക്ക് ഇതിനെ ആദ്യം എന്ത് ചെയ്യാം? വെൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നമുക്കിനി ഇക്വേഷൻസ് സോൾവ് ചെയ്ത് പെട്ടെന്ന് സോൾവ് ചെയ്യാം. അതായത് നമ്മളോട് പറയുന്നത് മാത്തമാറ്റിക്സിന് തോറ്റിരിക്കുന്ന എത്ര പേരാണ് ഉള്ളത്? 50 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ A + B + D + E 50 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? A + B + D + E എത്രയാ? 50 എണ്ണം തോറ്റിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇത് എഴുതുന്നതിന് മുന്നേ എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ, അതായത് കംപ്ലീറ്റ് യൂണിവേഴ്സൽ സെറ്റിനകത്ത് കംപ്ലീറ്റ് എത്ര പേരുണ്ട്? 100 പേരുണ്ട്. അപ്പോൾ അത് ആദ്യം എഴുതാം. അത് എങ്ങനെ എഴുതാം? ഈ A + B + C + D + E + F + G + H = 100. എച്ചും കൂടെ ചേർത്ത് 100 പേര് അല്ലേ. ഇവനെയും കൂടെ ചേർത്ത് എല്ലാവരും കൂടെ ചേർത്ത് 100 പേര്. A + B + C + D + E + E + F + G + H എല്ലാവരും കൂടെ ചേർത്ത് നമുക്ക് എത്ര പേരുണ്ട്? 100 പേരാണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോരുത്തരെ നോക്കാം. 50 പേര് മാത്സിന് തോറ്റു അല്ലേ. മാത്സിന് തോറ്റവർ A + B + D + E 50 പേര് മാത്സിന് തോറ്റു. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഫിസിക്സിന് തോറ്റ എത്ര പേരുണ്ട് മക്കളെ? B + C + D + F. അത് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 45 എണ്ണം തോറ്റിട്ടുണ്ട് ഫിസിക്സിന്. സോ 3 ഉണ്ട്. ഈ ബയോളജിക്ക് തോറ്റ എത്ര എണ്ണം ഉണ്ട്? D + E + F + G. ഓക്കെ, അത് എത്ര എണ്ണം ഉണ്ട്? 40 എണ്ണം ബയോളജിക്ക് തോറ്റിട്ടുണ്ട്. സോ ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, തോറ്റത് മാത്രമേ ഉള്ളൂ, ജയിച്ചതൊക്കെ വളരെ കുറവാണ്. ഇനി എക്സാക്ട്ലി 2 എണ്ണത്തിന് തോറ്റ എത്ര പേരുണ്ട്? അത് B + F + E. അത് നമുക്ക് 32 എന്ന് എഴുതാം. ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കുന്നു. റെഡിയാണോ മക്കളെ? അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോടാ? റെഡി? ഓക്കെ, ദെൻ എച്ച് എന്ന് പറഞ്ഞിട്ട് സാധനം നമുക്ക് 1 എന്ന് തന്നിട്ടുണ്ട്. എച്ച് എന്താ? അതായത് ഒരാൾ പാസ്സായ ഒരാൾ. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. റെഡിയിടാ? ഇനി നമുക്ക് നോക്കി ഈ ഇക്വേഷൻ നമ്പർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ ഞാൻ പോവുകയാണേ. ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ?
ഇവരെ എല്ലാവരും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവരെ എല്ലാവരും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആണോ മക്കളെ? സോ അങ്ങനെയാണ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഈ 2, 3, 4 എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്യുക ഒന്നിച്ച്. ഓക്കെ, ആഡിങ് 2 പ്ലസ് 3 പ്ലസ് 4. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്താൽ എത്രയായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത്? 2, 3, 4 എല്ലാ ഇക്വേഷനും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് a പ്ലസ് 2b പ്ലസ് c പ്ലസ് 3d പ്ലസ് 2e പ്ലസ് 2f പ്ലസ് g ഈക്വൽ ടു എനിക്ക് 135 എന്ന് കിട്ടും. അത് ആഡ് ചെയ്തു. ഓക്കെ, അത് ആഡ് ചെയ്തപ്പോൾ എനിക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി. റെഡിയാണല്ലോ? ഓക്കെ, 7ാമത്തെ ഒരു ഇക്വേഷൻ എനിക്ക് അടുത്തത് കിട്ടുന്നുണ്ട്. ഇനി നോക്കിക്കേ, അടുത്ത നമ്മുടെ ഒരു ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഏതാണ്? b പ്ലസ് c പ്ലസ് f ഈക്വൽ ടു 32. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ നിന്ന് ഞാൻ അതിനെ കുറയ്ക്കാൻ പോവാണ്. ഓക്കെ, സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ ഏതായിരുന്നത്? ഇക്വേഷൻ 5 ഫ്രം 7. ഓക്കെ, 5 ഫ്രം 7ൽ നിന്ന് ഞാൻ കുറയ്ക്കുക. അപ്പം ഇതിൽ നിന്ന് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ എനിക്ക് ബി എഫ് ഇ, ഇവിടെ 2b ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാൻ പോവാണ്? സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും നോക്കിയാൽ, a പ്ലസ് 2bയിൽ നിന്ന് ഒരു ബി പോയി, c പ്ലസ് 3d അത് അവിടെ തന്നെയുണ്ട്, 2eയിൽ നിന്ന് ഒരു ഇ പോയി, 2fൽ നിന്ന് ഒരു എഫ് പോയി, g 135ൽ നിന്ന് 32 കുറച്ചപ്പോൾ 103 കിട്ടി. സോ ഇത് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുത്തു. മക്കളെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഈ ഇക്വേഷനെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്മുടെ ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നമ്മുടെ ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷനായിട്ട് ഞാൻ കമ്പയർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നോക്കിയും a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഓക്കെ, a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡിക്ക് പകരം ഇവിടെ 3d ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിച്ചോണേ, a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, then e പ്ലസ് എഫ് പ്ലസ് ജി പ്ലസ് ആ 3dക്ക് ഞാൻ ആ 2d എന്ന് കൊടുത്തു. ഓക്കെ, 2d സെപ്പറേറ്റ് പിന്നെ ഒരു d ബന്നില്ലേ. അപ്പം ഇത്രയും സാധനത്തിന്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? ഇത്രയും സാധനത്തിന്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? a പ്ലസ് ഡി, ബി പ്ലസ് എ പ്ലസ് ഡി. ഓക്കെ, ജി വരെ നമ്മുടെ വാല്യൂ ഈ എച്ച് ഇതിനകത്ത് നിന്ന് കുറച്ച് നമുക്ക് 99 എന്ന് കിട്ടും. ഓക്കെ, റെഡിയാണോ മക്കളെ? ഇത്രയും സാധനം നമുക്ക് 99 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. 99 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? 99 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താ? നമുക്കറിയാം ഇവിടെ a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എച്ച് 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എച്ചിനെ അപ്പുറത്തുണ്ടെങ്കിൽ 1 കിട്ടി അല്ലേ? അപ്പോൾ 100 - 1 99 കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ 99, ഇത്രയും വാല്യൂ 99 ആണ്. 99d ഈക്വൽ ടു 103 വരും. സോ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2d ഈക്വൽ ടു 103 മൈനസ് 99 കിട്ടും. നമുക്ക് 4 കിട്ടും. സോ d ഈക്വൽ ടു നമുക്ക് 2 കിട്ടും. d ആണ് എല്ലാത്തിനും തോറ്റവരുടെ എണ്ണം. അപ്പോൾ എല്ലാത്തിനും തോറ്റ എത്ര പേരുണ്ട്? 2 പേരാണ് എല്ലാത്തിനും തോറ്റത്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്കത് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് a b തന്നിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ a ക്രോസ് ബി ഇന്റർസെക്ഷൻ b ക്രോസ് a ക്രോസ് ബി കണ്ടുപിടിക്കുക, എന്നിട്ട് b ക്രോസ് a കണ്ടുപിടിക്കുക. രണ്ടിലും കോമൺ ആയിട്ടുള്ള എത്ര എലമെന്റുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ക്രോസ് ബിയിലും ബി ക്രോസ് സിയിലും കോമൺ ആയിട്ട് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എത്ര ഓർഡേഡ് വേസ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഈ എയ്ക്കകത്തും ബിക്കകത്തും കോമൺ ആയിട്ട് എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കിയേ. എയ്ക്കകത്തും ബിക്കകത്തും കോമൺ ആയിട്ട് നമുക്ക് 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. സോ 2 എലമെന്റുകൾ വെച്ചിട്ടാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. റെഡി അല്ലേ മക്കളെ? 2 എലമെന്റ് ആണ് കോമൺ ആയിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും കോമൺ ആയിട്ട് നമുക്ക് 2⁻2 എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും. അതായത് 4 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇത് ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചാൽ മതി. അതായത് എയും ബിയും നിങ്ങൾക്ക് തന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും ക്രോസ് പ്രോഡക്റ്റ് എടുത്തതിന്റെ ഇന്റർസെക്ഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മുഴുവൻ എഴുതി നോക്കുമൊന്നും വേണ്ട. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? എയിലും ബിയിലും കോമൺ ആയിട്ട് എത്ര എലമെന്റുകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. എയിലും ബിയിലും കോമൺ ആയിട്ട് എത്ര എലമെന്റുകൾ ഉണ്ടോ അതിന്റെ 2⁻⁴ എടുത്താൽ മതി. അത് നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. സോ 4 എലമെന്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത് എ ക്രോസ് ബിയിലും അതുപോലെ ബി ക്രോസ് എയുടെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എഴുതി നോക്കിക്കോ കേട്ടോ. 4 എലമെന്റ്സ് ആയിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. നമുക്ക് ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് ചെയ്യാം കേട്ടാ. ഇതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? 1 + i ദെൻ ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു 4 എന്നും ഇത് ഞാൻ 1 - i ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു 4 എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 1 + i ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 1 + 2i + i സ്ക്വയർ - 1 ഹോൾ റൈസ് ടു 4 പ്ലസ് 1 - 2i + i സ്ക്വയർ - 1 ഹോൾ റൈസ് ടു 4. അപ്പം നമുക്കിവിടെ 1ഉം 1ഉം പോയി 2i ഹോൾ റൈസ് ടു 4 വരും. ഇവിടെ എനിക്ക് -2i ഹോൾ റൈസ് ടു 4 വരും. സോ മക്കളെ 2 റൈസ് ടു 4 നമുക്ക് രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് എടുക്കാം. ദെൻ i റൈസ് ടു 4 + i റൈസ് ടു 4 വരും. സോ 2 റൈസ് ടു 4 × i റൈസ് ടു 4 × i റൈസ് ടു 4 നമുക്ക് എത്ര മക്കളെ കിട്ടുന്നത്? 2 × 2 റൈസ് ടു 5 എന്ന് വരും. സോ നമുക്ക് 32 വരും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി.
നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കി. ഇത് വളരെ സിമ്പിളാണ്, കണ്ടാൽ വലിയ പാട് പോലെ തോന്നും. ഇവിടെ ഞാൻ ഇക്വേഷൻ ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോസ് തീറ്റ വെച്ച് മേലെയും താഴെ എല്ലാം ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 5 ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ -3 വരും. ദെൻ 5 ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ +2 വരും. ദിസ് ഈക്വൽ ടു 1/k. മക്കളെ ഇവിടെ നമുക്ക് 5 ടാൻ തീറ്റ ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് ടാൻ തീറ്റ എനിക്ക് എത്ര കിട്ടും, 4/5 എന്ന് എഴുതാം. എടാ ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എത്രയാ, 4/5 അല്ലേ. ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം എഴുതാം. 5 ഇൻറ്റു 4/5 -3 ദെൻ 5 ഇൻറ്റു 4/5 +2 ഈക്വൽ ടു 1/k. സോ മക്കളെ 5 പോയി 5 പോയി. 4 - 3 1 ആണ്. 4 + 2 6 ആണ്. 1/k എന്ന് വരും. കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ റെഡി. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറയുന്നത് നോക്കിയേ. If the letters of the word Sachin are arranged in all possible ways and these words are written as in dictionary, then the word Sachin appears at the serial number. സച്ചിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡിനെ നമ്മൾ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ സച്ചിൻ എന്ന് പറഞ്ഞ വേർഡ് ഡിക്ഷണറിയിൽ എത്രാമത്തെ ആയിരിക്കും സീരിയൽ നമ്പർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ, റെഡി? സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയാൽ ACHINS എന്നാ. ഇപ്പൊ എ കൂട്ടി നമുക്ക് എത്ര ലെറ്റേഴ്സ് വരും, 1 2. ഇവിടെ നമുക്ക് എ വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 സ്പേസ് ആണുള്ളത്. 1 3 4 1 അതാ 5 സ്പേസ് ഫിൽ ചെയ്തു. അപ്പൊ എയിൽ തുടങ്ങുന്ന എത്ര വേർഡ്സ് നമുക്ക് കിട്ടും, ഈ വേർഡ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വെക്കാം. സോ അങ്ങനെ 5 ഫാക്ടോറിയൽ വേർഡ്സ് നമുക്ക് എയിൽ തുടങ്ങുന്നത് കിട്ടും. ഇനി അടുത്ത ആൽഫബറ്റിക്കൽ ഓർഡർ സി ആണ്. സിയിൽ തുടങ്ങുന്ന എത്ര വേർഡ്സ് നമുക്ക് കിട്ടും, 5 ഫാക്ടോറിയൽ വേർഡ്സ് നമുക്ക് കിട്ടും. ദെൻ എച്ച് ആണ് പിന്നെ അടുത്തുള്ളത്. അപ്പോൾ എച്ചിൽ തുടങ്ങുന്ന എത്ര വേർഡ്സ് നമുക്ക് കിട്ടും, 5 ഫാക്ടോറിയൽ വേർഡ്സ് കിട്ടും. പിന്നെ ഐ ആണ്. ഐയിൽ തുടങ്ങുന്ന എത്ര വേർഡ്സ് നമുക്ക് കിട്ടും, 5 ഫാക്ടോറിയൽ വേർഡ്സ് കിട്ടും. ഡിക്ഷണറിൽ എഴുതുവാണ്, ഓർക്കണം കേട്ടോ. ദെൻ എന്നിൽ തുടങ്ങുന്ന എത്ര വേർഡ്സ് നമുക്ക് കിട്ടും, 5 ഫാക്ടോറിയൽ വേർഡ്സ്. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്രയായി, നമുക്ക് 600 വേർഡുകളായി അല്ലേ. ഇത് നോക്കിക്കേ, 5 ഫാക്ടോറിയൽ 120 × 5 600 വേർഡ് ഇപ്പൊ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞു. നമുക്ക് വേണ്ട സച്ചിൻ എന്ന് പറഞ്ഞ വേർഡ് എത്രാമത്തെയാണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ നിങ്ങൾക്ക് ലാസ്റ്റത്തെ എഴുതുന്ന കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ. ലാസ്റ്റ് എൻ. ഓക്കെ ഇത് എൻ ആണ് മക്കളെ കേട്ടോ. അപ്പൊ ഇത് എൻ ആണ്. അപ്പൊ ഈ എൻ എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ 5 ഫാക്ടോറിയൽ രീതിയിൽ പറ്റും. അങ്ങനെ ടോട്ടൽ നമുക്ക് ഇപ്പൊ ഇത് തന്നെ എത്ര എണ്ണം വന്നു, 600 വേർഡ് വന്നു. പിന്നെ നമുക്ക് അടുത്ത എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കിയ മക്കളെ ACHIN എന്ന് പറഞ്ഞിരിക്കുന്നത് സച്ചിൻ തന്നെയല്ലേ വരുന്നത്. അപ്പൊ അടുത്തത് 1. ഓക്കെ 601ാമത്തെ വേർഡ് ആയിരിക്കും നമ്മുടെ സച്ചിൻ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ്. റെഡിയാണോ മക്കളെ? സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു എല്ലാം തന്നെ. പക്ഷേ കോൺസെപ്റ്റ് നല്ലപോലെ പഠിച്ചവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളായിരുന്നു. സോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.